നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണം നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന ജനപ്രതിനിധികൾ എന്ത് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനേ പറ്റൂ. അവിടെ എത്തിയിട്ട് എങ്ങനെയാണ് അവർ പെരുമാറുന്നതെന്നനുസരിച്ചിരിക്കും അതിന്റെ കാര്യങ്ങൾ. നമ്മൾ ഓരോരുത്തർക്ക് വോട്ട് കൊടുക്കുന്നത് അവരുടെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? അവരെങ്ങനെ പെരുമാറും, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, മറ്റ് പ്രവർത്തന മേഖല എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ടാണോ? അല്ല. ഏതെങ്കിലും പാർട്ടിക്കാർ ആരെങ്കിലും കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തും. ഇത് കുത്തിക്കോ എന്ന് പറയും, നമ്മൾ പോയി കുത്തും. ഇതന്നെയല്ലേ ചെയ്യാറ്. 10ാം ക്ലാസ് പോലും പോകാത്ത ആൾക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഓരോ വകുപ്പും ഭരിക്കുന്നത്, IAS ഓഫീസർമാരെ ഭരിക്കുന്നതെന്ന് സത്യത്തിൽ പലപ്പോഴും ആരോപണങ്ങളുണ്ട്. ചിലതൊക്കെ ശരിയും തന്നെയാണ്. മണ്ടത്തരങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കുറെ രാഷ്ട്രീയ കുപ്പായ എടുത്തുകൊണ്ടിരുന്നിട്ട് ഈ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരെ ഭരിക്കുക. പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കി വെക്കുന്ന നിയമങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങൾക്ക് ഒപ്പുവെച്ച് നിയമമാക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ മന്ത്രിസ്ഥാനത്ത് വന്നേ പറ്റൂ, കീ പോസ്റ്റിൽ വന്നേ പറ്റൂ. അതും ഒരു കാര്യമാണ്. എന്തോ ആയിക്കോട്ടെ, കുറച്ചു നേരത്തെ എന്റെ പണി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ, യുവ നേതാക്കൾ, ഇവരുടെയൊക്കെ സ്വഭാവം എന്താണെന്നൊന്ന് പരീക്ഷിക്കലായിരുന്നു. ഗൂഗിൾ ജെമിനിക്ക് ഇവരെ അറിയാമോ ഇല്ലയോ എന്നൊന്ന് നോക്കലായിരുന്നു പണി. അങ്ങനെ പലരെയും പരിശോധിച്ചു. ചിലരുടെ റിസൾട്ടൊക്കെ കണ്ട് കണ്ണ് തള്ളി. പല വിഖ്യാത കേസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പൊക്കിയെടുത്ത് തന്നു ജെമിനി. എന്തായാലും ഞാൻ അവരുടെ ആ പോലീസുകൾ ഞാൻ ഇതിനകത്തൂടെ പറയുന്നില്ല. കാരണം അവരെ മോശപ്പെടുത്താനോ അവരെ അപവാദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവരെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്താനോ ഒന്നും അല്ലല്ലോ നമ്മൾ ഈ വീഡിയോകൾ ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പലരെയും പരിശോധിച്ച കൂട്ടത്തിൽ വെറുതെ തോന്നി ഷാഫി പറമ്പിൽ നിന്ന് നോക്കാന്ന് കരുതി. അങ്ങനെ ഗൂഗിളിൽ നിന്ന് ഷാഫി പറമ്പിലിന്റെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ താഴെ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ വ്യക്തിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് എഴുതി ഇട്ടുകൊടുത്തു. അപ്പോ ജെമിനി എന്താണ് എന്നോട് പറഞ്ഞതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. അതിനുശേഷം ചെറിയൊരു പണിയും കൂടെ തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചതാണ്, ഈ ഫോട്ടോ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് അതിന്റെ താഴെ നോക്കൂ, ഈ വ്യക്തിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അതിന് വിശകലനം തന്നത് ഈ ചിത്രത്തിലുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവും നിലവിൽ വടകര ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP ഷാഫി പറമ്പിലാണെന്ന് വളരെ വ്യക്തമായ ഒരു ഇൻട്രഡക്ഷൻ ആദ്യം തന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയും രാഷ്ട്രീയ പദവിയും ഒക്കെ പറഞ്ഞു. 18ാം ലോക്സഭാ അംഗമാണെന്ന് പറഞ്ഞു. പിന്നെ മുമ്പ് 2011 മുതൽ 24 വരെ പാലക്കാട് മണ്ഡലത്തിലെ MLA ആണെന്ന് പറഞ്ഞു തന്നു. പിന്നെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് KSU മുതൽ ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി വരെയുള്ള കഥകൾ പറഞ്ഞു തന്നു. വിദ്യാഭ്യാസം പറഞ്ഞപ്പോഴാണ് എനിക്കൊരല്പം ആശ്വാസമായത്. കാര്യം വിദ്യാഭ്യാസം വിവരമുള്ളവരാണ് യുവതലമുറയിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കന്മാരായി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം തോന്നി. MBA ബിരുദധാരിയാണെന്ന് മനസ്സിലായി. പിന്നെ സമീപകാല വിവാദം, ഈ കഴിഞ്ഞ ആഴ്ച നടന്ന വിവാദം പോലും ജെമിനിക്ക് അറിയാമെന്നതിൽ വളരെ സന്തോഷവും തോന്നി, അതിൽ പരിതാപവും തോന്നി, രണ്ടും തോന്നി. ഏതായാലും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നടത്തിയ ചില വ്യക്തിപരമായ പരാമർശങ്ങൾ അടുത്തിടെ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായിരുന്നു. ഈ പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസ് നിയമ നടപടിക്ക് പോകണമെന്നുള്ള വിവരം പോലും ജെമിനിക്ക് മനസ്സിലായി. പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞത് AI എന്ന നിലയിൽ ഇത് കൂടുതലൊന്നും തരാൻ കഴിയൂല എന്നാണ്. പിന്നെ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചപ്പോൾ കൂടുതൽ വേണോന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു തന്നു. യുവജന രാഷ്ട്രീയം KSU, പിന്നെ പട്ടാമ്പി കോളേജിലെ KSU ഭാരവാഹി, പിന്നെ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് 9, പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി, പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അങ്ങനെ കുറെ സമരമുങ്ങളുടെ കഥയൊക്കെ പറഞ്ഞു. നിയമസഭാംഗത്തിന്റെ കാര്യവും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതൊരു കണക്കിന് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ജെമിനിയോടും ChatGPT-യോടൊക്കെ ഇങ്ങനെ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ കുറിച്ച് മോശമായ ഒന്നും ഉണ്ടാകരുത് എന്ന് ഓരോ നേതാക്കന്മാരും ആലോചിച്ചാൽ നല്ലത്. വ്യക്തിപരമായ വിവരങ്ങൾ കൊടുക്കൂല എന്നുണ്ടെങ്കിൽ സാമൂഹികപരമായിട്ട് വിവരങ്ങൾ കൊടുക്കും. അതിൽ വേണ്ടാധീനം വല്ലതും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കേസോ വഴക്കോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനറിയില്ലല്ലോ. AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഒരു പരിധി വരെയൊക്കെ അത് മറയ്ക്കും, ബാക്കിയെടുത്ത് പുറത്തിടും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഏതായാലും ഷാഫി പറമ്പിലിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ സാബു കൊട്ടോട്ടി എന്നൊന്ന് നോക്കിയാണ്. ആരാണ് സാബു കൊട്ടോട്ടി എന്നൊന്ന് എഴുതി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. സാബു കൊട്ടോട്ടി ഇംഗ്ലീഷിലാണ് എഴുതുന്നുണ്ടെങ്കിൽ SABUKOTTOTTY. എന്നിട്ട് എന്താണ് കിട്ടുന്നതെന്ന് ഒന്ന് പറയും. ഒരു ടാസ്ക് വേണമല്ലോ. Different angles. Don't forget to subscribe and support this channel.